കഴിഞ്ഞ 2 വർഷമായി ഈ ഉമ്മയുടെ കണ്ണീർ തോർന്നിട്ടില്ല. അസുഖബാധിതനായി പ്രിയപ്പെട്ട മകൻ ബംഗളൂരു ജയിലിൽ കഴിയുമ്പോൾ പ്രാർത്ഥനയുമായി കഴിയുകയായിരുന്നു മഅ്ദനിയുടെ ഉമ്മ അസ്മാ ബീവി. വാപ്പ അബ്ദുസ്സമദ് അൻവാശ്ശേരിയിലെ വീട്ടിൽ മകന്റെ വരവും കാത്തിരിക്കുന്നു. പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ശാരീരികമായി അവശനായെങ്കിലും വാക്കുകളുടെ മൂർച്ചയ്ക്ക് തെല്ലും കുറവില്ല ഈ വാപ്പക്ക്. ഭരണകൂടം നീതിപീഠത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ തെളിവാണ് മഅ്ദനിയുടെ ജീവിതമെന്നും അബ്ദുസ്സമദ് പറയുന്നു. ഭരണകൂടത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു നിരപരാധിയായ പൗരന്റെ പേരിൽ ഏത് തരത്തിലുള്ള കള്ളങ്ങൾ ആരോപിക്കാനും കള്ളരേഖകൾ ഉണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയും. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഞങ്ങൾ മഅ്ദനിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. ഒരു കുറ്റം ചെയ്യാത്ത ആളാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മഅ്ദനിക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ പൊതുസമൂഹമാകെ ദുഃഖിച്ചത് തങ്ങൾക്ക് ആശ്വാസമായെന്നും അദ്ദേഹം പറഞ്ഞു. മകൻ വരുന്നതറിഞ്ഞ് അസുഖം വകവെക്കാതെ കൊച്ചിയിൽ നിന്നും എത്തിയതാണ് ഉമ്മ അസ്മാ ബീവി. പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയില്ലാതെ പ്രിയപ്പെട്ട മകനോട് സ്വകാര്യം പോലും പറയാനാവില്ലല്ലോ എന്ന ദുഃഖവും ഇവർക്കുണ്ട്. അൻവാർശേരിയുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാത്തിരിക്കുകയാണ് ഈ നാടും അൻവാർശേരി യത്തീംഖാനയും. ഉസ്താദിന് യത്തീംഖാനയിലേക്ക് വരാനാകില്ലെങ്കിലും അകലെ നിന്നെങ്കിലും ഒരു നോക്കു കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അന്തേവാസികൾ. ശ്രീകിരൺ, മീഡിയ 1, കൊല്ലം.